ഹലോ എക്സാമിനർ ഫാമിലി, പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഷമീം സാർ വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. SSLC റിസൾട്ട് നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. 9-ാം തീയതി റിസൾട്ട് വരും എന്നുള്ള കാര്യം മിക്കവാറും അതിന് നേരത്തെ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മുടെ റിസൾട്ട് വരാം. അപ്പോൾ 9-ാം തീയതി എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ട് നമുക്ക് കിട്ടിയ ഡേറ്റ്. 8-ാം തീയതിയും SSLC റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എന്താ പറയുക ന്യൂസിലേക്ക് വരാം. പ്ലസ് വൺ അലോട്ട്മെന്റിന്റെ നടപടികൾ അല്ലേ, പ്ലസ് വൺ പ്രവേശന നടപടി 14-ന് തുടങ്ങും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് മെയ് 14-ാം തീയതി പ്ലസ് വണ്ണിനുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ട് സ്വീകരിച്ചു തുടങ്ങും. www.hscap.kerala.gov.in എന്ന സൈറ്റിലൂടെ പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻസ് സ്വീകരിച്ചു തുടങ്ങും. നമുക്ക് ഈ വാർത്ത ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇക്കൊല്ലത്തെ പ്ലസ് വൺ പ്രവേശന നടപടികൾ 14-ന് തുടങ്ങും. 21-ന് ട്രയൽ അലോട്ട്മെന്റും 24-ന് ആദ്യ അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. അപ്പോൾ മെയ് 21-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വരും. ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല മക്കളെ. ഇനി കിട്ടിയാൽ നിങ്ങൾക്ക് ചാൻസസ് കൂടുതലാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് അതായത് 24-ാം തീയതി വരുന്ന ആദ്യത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടാനുള്ള ചാൻസ് കൂടുമെന്നേ ഉള്ളൂ. ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. എന്തൊക്കെ തെറ്റുകളാണ് നിങ്ങൾ വരുത്തിയത് അതെല്ലാം തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളാണെങ്കിലും ഇഷ്ടമില്ലാത്ത സ്കൂളാണെങ്കിലും കോഴ്സ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കണം. ഓക്കെ, നിങ്ങൾ ആ സ്കൂളിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ആ ഒരു സ്കൂളും കോഴ്സും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുക്കുക. അതല്ല നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണം, അടുത്ത അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ താൽക്കാലിക അഡ്മിഷൻ എടുക്കണം. ഓക്കെ, പിന്നെയോ ജൂൺ 18-ന് 1-ാം വർഷ ക്ലാസ്സുകൾ തുടങ്ങും. അതായത് പ്ലസ് വൺ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 18-ാം തീയതി ആയിരിക്കും. പിന്നെ SSLC ഫലം വെള്ളിയാഴ്ചയാണ് പ്രഖ്യാപിക്കുക, നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞതാണ്. എയ്ഡഡ് സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ സർക്കാർ ഏറ്റെടുത്ത ഏകജാലക രീതിയിൽ അലോട്ട്മെന്റ് നടത്താനുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശുപാർശ അംഗീകരിച്ചിട്ടില്ല. അതായത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരിട്ട് സ്കൂളിൽ തന്നെ പോകണം എന്നല്ലേ. ഈ സീറ്റുകളിലേക്കുള്ള പ്രവേശനം മുൻ വർഷങ്ങളിലെ പോലെ സ്കൂൾ തലത്തിൽ അപേക്ഷ ക്ഷണിച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കി നടത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശം. അതായത് മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ കമ്മ്യൂണിറ്റി കോട്ടകൾ ഉണ്ടാവില്ലേ, ആ കമ്മ്യൂണിറ്റി കോട്ടകളിലേക്കുള്ള അഡ്മിഷൻസ് കിട്ടണമെങ്കിൽ സ്കൂളിൽ നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യണം, അപേക്ഷിക്കണം. ഓക്കെ, പിന്നെ ബോണസ് പോയിന്റ് മാനദണ്ഡത്തിൽ മാറ്റമില്ല. 2021-23 വർഷങ്ങളിലായി അനുവദിച്ച 314 താൽക്കാലിക ബാച്ചുകൾ ഈ വർഷവും തുടരും. അത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. നിങ്ങൾക്ക് സീറ്റുകൾ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷം സീറ്റിന്റെ പ്രതിസന്ധിയൊക്കെ ഉള്ളത് കാരണം ഒരുപാട് അധിക ബാച്ചുകൾ എന്ത് ചെയ്തിരുന്നു, അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ വർഷവും തുടരും എന്നാണ് പറയുന്നത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധിക ബാച്ച് മുൻകൂറായി നൽകേണ്ടെന്നാണ് സർക്കാർ സമിതിയുടെ ശുപാർശ. അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറികളിൽ 25-ൽ താഴെ കുട്ടികളുള്ള ബാച്ചുകൾ സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാത്തതിനാൽ അവ നിലനിർത്തും. പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ഫീസിലും മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ ഫീസൊക്കെ തന്നെയാണ്, ഈ വർഷവും ഫീസിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ധാരണയായില്ലേ എന്നാണ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ് SSLC റിസൾട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, പ്ലസ് വണ്ണിന് അപേക്ഷിക്കണം. അപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ചൂസ് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ഏത് സ്കൂളാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിക്കോ. പ്ലസ് വൺ അലോട്ട്മെന്റ് നടപടികൾ 14-ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഷടപടെ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.